വർഷത്തിൽ 3 കർത്തവാവിനാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. ആദ്യത്തേത് മകരമാസത്തിലെ കറുത്തവാവ്, രണ്ടാമത്തേതാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്, മൂന്നാമത്തേതും അതിപ്രധാനവുമായിട്ടുള്ള കറുത്തവാവ് മഹാലയപക്ഷത്തിൽ വരുന്ന കറുത്തവാവാണ്. ഇപ്രാവശ്യം ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ചയാണ് കർക്കിടക വാവ്. അമാവാസി തിഥി ആരംഭിക്കുന്നത് ഏപ്രിൽ 12-ാം തീയതി അതികാലെ 1:52 അവസാനിക്കുന്നത് അന്ന് തന്നെ രാത്രി 11:06. അതുകൊണ്ട് തന്നെ അതികാലേ മുതൽ നമ്മൾക്ക് ബലിയിടാവുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പേ ബലിയിടുന്നതാണ് ഉത്തമം. എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ അമാവാസി ഇത്ര വിശേഷപ്പെട്ടതായി മാറിയത്? ജ്യോതിശാസ്ത്രപരമായി സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് കടക്കുന്ന മാസമാണ് കർക്കിടക മാസം, അല്ലേ? ഉത്തരായനം ദേവന്മാരുടെ പകലാണെങ്കിൽ ദക്ഷിണായനം പിതൃക്കളുടെ പകലാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണായനത്തിൻ്റെ തുടക്കമായ കർക്കിടക വാവിന് പിതൃക്കൾക്ക് അന്നവും ജലവും നൽകുന്നത് ഏറ്റവും ഉചിതമായിട്ട് കണക്കാക്കുന്നു. പുണ്യദായകമാണ്. പലരുടെയും സംശയമാണ്, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ ബലിയിടേണ്ട ആവശ്യമുണ്ടോ എന്ന്. നോക്കൂ, കർക്കിടക വാവെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ എല്ലാ പിതൃക്കൾക്കും വേണ്ടി ബലിയിടുന്ന ദിവസമാണ്. അതായത് നമ്മുടെ അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള നമ്മൾക്ക് അറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ സകല പിതൃക്കന്മാർക്കും അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം കൂടിയാണിത്. അതായത് നമ്മുടെ ഈ ശരീരം ഉണ്ടാകാൻ അച്ഛനും അമ്മയും, ആ അച്ഛനും അമ്മയും ഉണ്ടാകാനോ 4 പേർ വേണം. ആ 4 പേർ ഉണ്ടാകാൻ 8 പേർ വേണം. ഈ 8 പേരുണ്ടാകാനോ 16 പേർ. അപ്പോൾ ഈ ക്രമത്തിൽ നോക്കിയാൽ നമ്മൾ ഉണ്ടാകാൻ പ്രകൃതി എത്ര പേരെ സമാഹരിച്ചിട്ടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരോടൊക്കെ നമ്മൾക്ക് കടം കിടക്കുകയാണ്. അതുകൊണ്ടാണ് 7 തലമുറയ്ക്കും 14 തലമുറയ്ക്കുമൊക്കെ പിണ്ടദാനം ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലരുടെയും സംശയമാണ്, ഒരു പക്ഷേ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെയെങ്കിൽ അവർ ഒരു ശരീരം എടുത്തിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ നമ്മളെ സങ്കല്പിച്ച് ബലിയിടുമ്പോൾ ആ ഫലം അവർക്ക് എങ്ങനെ ലഭിക്കും? ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഊർജം ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ്. അതായത് നമ്മൾ നൽകുന്ന പ്രാർത്ഥനകളും ബലിയും ഒരുതരം ആത്മീയ ഊർജമാണ്. ആ ആത്മാവ് ഇപ്പോൾ ഏത് രൂപത്തിലായാലും ശരി, ഈ പ്രാർത്ഥനയുടെ ഫലം അവരുടെ ആയുസ്, ആരോഗ്യം, സൽബുദ്ധി എന്നിവയായി പുതിയ ജന്മത്തിലേക്ക് ചെന്നെത്തുന്നു എന്നാണ്. അപ്പോൾ മരിച്ചുപോയവർ നമ്മെ വിട്ടു പോയാലും അവരോടുള്ള നമ്മുടെ നന്ദിയും സ്നേഹവും ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിൻ്റെ പ്രതീകം കൂടിയാണ് ഈ ചടങ്ങ്. ആദ്യം നമുക്ക് കർക്കിടക വാവ് ദിവസം ബലിയിടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത്? തലേ ദിവസം മുതൽ സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അന്ന് യാതൊരുവിധ ദേഷ്യമോ ഒന്നും പാടില്ല. നമ്മുടെ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. കുളിച്ച് ശുദ്ധിയായി ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ പിതൃകർമ്മം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്നത്, പിതൃകർമ്മം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ യാതൊരുവിധ ഭക്ഷണവും കഴിക്കാൻ പാടുള്ളതല്ല. കടൽ തീരത്തോ ക്ഷേത്രത്തിലോ പോയി ബലിയിടാൻ സാധിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. ഇനി ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വീട്ടിലും ബലിയിടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ചോറൊക്കെ വച്ച് ബലിയിടാൻ സാധിക്കുന്നില്ലെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ ബലിയിടുന്നതിനെ പറ്റിയാണ് ഞാനിതിൽ പറയുന്നത്. ഇത് നമുക്ക് ഏതൊരു കർത്തവാവിനും നമ്മുടെ പിതൃക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, അതായത് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്നതാണ്. ഇതിന് ആവശ്യമുള്ളത് കറുത്ത എള്ളാണ്. ഇനി കറുത്ത എള്ള് കിട്ടുന്നില്ലെങ്കിൽ മാത്രം വെളുത്ത എള്ള് ഉപയോഗിക്കുക. ഇനി എള്ള് കിട്ടാത്ത ഇടമാണെങ്കിൽ മാത്രം പച്ചരി ഉപയോഗിക്കാം. നോക്കൂ, കറുത്ത എള്ള് ഉപയോഗിക്കുന്നതാണ് ഏറെ ഉത്തമം.
അടുത്തത് വേണ്ടുന്നത് ചെറിയ കിണ്ടിയോ അതല്ലെങ്കിൽ ചെമ്പ് കുടമോ. ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കാവുന്നതാണ്. രാവിലെ കുളിച്ച് ഇറനോടുകൂടി ചെയ്യുന്നതാണ് ഏറെ ഉത്തമം. ഇനി നമ്മൾ വീട്ടിലെ നല്ല ശുദ്ധമായ ഒരു സ്ഥലത്ത്, നല്ല വൃത്തിയുള്ള ശുദ്ധമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഒരു പായയോ അതല്ലെങ്കിൽ ഒരു വിരിപ്പോ വിരിച്ചതിന് ശേഷം നമ്മൾ കിഴക്കോട്ട് അതല്ലെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന കുടം അതല്ലെങ്കിൽ കിണ്ടി അതല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിറച്ച് ശുദ്ധജലം എടുക്കുക. അതിൽ ഈ കറുത്ത എള്ളിടുക. നമ്മൾക്ക് തുളസിയില കിട്ടുകയാണെങ്കിൽ 2-3 തുളസിയില കൂടി ഇടുക. എന്നിട്ട് നമ്മൾ ആ വിരിപ്പിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ മുന്നിൽ ഒരു പ്ലേറ്റ് വയ്ക്കുക. ശ്രദ്ധിക്കുക, നമ്മുടെ മോതിര വിരലിൽ ഒരു മോതിരം അണിയണം. അതായത് ഏത് ലോഹമായാലും പ്രശ്നമില്ല, ഒരു മോതിരം ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ആദ്യം ഗണപതി ഭഗവാനെയും, അതായത് ഞാൻ ഈ കർമ്മം ചെയ്യുകയാണ്, അതിനൊരു വിഘ്നവും വരുത്തരുതെന്ന് ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മളുടെ എല്ലാ ഋഷിവര്യന്മാരെയും, കാരണം നമ്മൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ ആചാര്യന്മാരാണ്, ഗുരുക്കന്മാരാണ് അല്ലേ. അപ്പം ആ ഗുരുക്കന്മാരെ ഒക്കെ സ്മരിച്ചതിന് ശേഷം മഹാദേവനെ, മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നോക്കൂ, പിതൃപതി ആര്യമാവാണ്. അതായത് ആര്യമാവെന്ന് പറയുന്നത് ശിവനാണ്, മഹാദേവനാണ്. നമ്മൾ മരിച്ചിട്ട് ആദ്യത്തെ 1 വർഷം കൈലാസ ഗോത്രത്തിലാണെന്നാണ് സങ്കല്പം. അതിനുശേഷം മാത്രമാണ് നമ്മൾ വിഷ്ണുപാദത്തിൽ ചേരുന്നത്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞും 7 തലമുറയിലുള്ള പിതൃക്കളെ സ്മരിക്കണം. ആദ്യം പിതാവിൻ്റെ വംശത്തിൽപ്പെട്ട 7 തലമുറ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്രമം. അതിനുശേഷമാണ് മാതാവിൻ്റെ വംശത്തിൽപ്പെട്ട 7 തലമുറ. ഇങ്ങനെയാണ് ആ ഒരു ക്രമം പറയുന്നത്. ഇതിൽ ഈയിടെ നമ്മുടെ കുടുംബത്തിൽ മരിച്ച മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ ആദ്യം സ്മരിക്കുക. അതിനുശേഷം പിതാവിൻ്റെ വംശത്തിൽപ്പെട്ട 7 തലമുറ, മാതാവിൻ്റെ വംശത്തിൽപ്പെട്ട 7 തലമുറയും സ്മരിക്കുക. അതിനുശേഷം നമ്മൾ ഇടത് കൈയിൽ ജലമെടുത്ത് വലത് കൈയിലേക്ക് ഒഴിക്കുക. അപ്പം ആ വലത് കൈയിലേക്ക് ഒഴിച്ചിട്ട് ഈ വലത് കൈയിലെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലൂടെ മുന്നിൽ വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ ജലം സമർപ്പിക്കുക. അപ്പം ഈ പിതൃക്കളെയൊക്കെ ഓരോരുത്തരെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് 3 തവണ വെച്ചിട്ട് നമ്മൾക്ക് ജലം സമർപ്പിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ആദ്യം മരിച്ചവരുണ്ടെങ്കിൽ അവരെ സ്മരിച്ച് 3 തവണ ഈ ജലം, അതായത് ഇടത് കൈയിൽ കിണ്ടിയിൽ വെള്ളം എടുക്കുക, വലത് കൈയിലേക്ക് ആ എള്ളും ആ ജലവും കൂടെ ഒഴിച്ചതിന് ശേഷം അത് നമ്മുടെ തള്ളവിരലിനും മോതിര വിരലിനും ഇടയിലൂടെ നമ്മൾ താഴെ വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് സാവധാനം ഒഴിക്കുക. ഈ സമയത്ത് നമ്മൾ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സ്വധാദേവിയെ സ്മരിക്കണം. ഈ സ്വധാദേവി എന്ന് പറയുന്നത്, അതായത് പിതൃതർപ്പണത്തിലെ നമ്മൾ ചെയ്യുന്ന ഈ എള്ളും ജലവും എല്ലാം പിതൃക്കൾക്ക് നേരിട്ട് എത്തിക്കുന്നത് ഈ സ്വധാദേവിയാണ്. ഹൈന്ദവ പുരാണ പ്രകാരം ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയും പിതൃക്കളുടെ പത്നിയുമാണ് ഈ സ്വധാദേവി. അപ്പോൾ ഈ സ്വധാദേവിയാണ് പിതൃക്കൾക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ജലം സമർപ്പിക്കുമ്പോൾ സ്വധാദേവിയോട് കൂടി സ്മരിക്കുക. സ്വധാദേവി, ഞാൻ അർപ്പിക്കുന്ന ഈ ജലവും എള്ളും, അതായത് ഈ തർപ്പണം എൻ്റെ പിതൃക്കൾക്ക് എത്തിക്കണേന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ ജലം ഒഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തർപ്പണം ചെയ്യുമ്പം ഓം പിതൃഭ്യോ സ്വധാ നമഃ എന്ന് ചൊല്ലി പിതൃവിനെ സങ്കല്പിച്ച് ജലം സമർപ്പിക്കാം. അങ്ങനെ ഓരോരുത്തരെയും സങ്കല്പിച്ച് ജലം സമർപ്പിക്കാം. അപ്പോൾ അച്ഛൻ വഴി 7 തലമുറ, അമ്മ വഴി 7 തലമുറ. ഇനി നമ്മുടെ ഗുരുക്കന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക്, നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇനി നാം അറിഞ്ഞോ അറിയാതെ നമ്മുടെ കൈകൊണ്ട് മരണപ്പെട്ടിട്ടുള്ള മറ്റ് ജീവജാലങ്ങളുണ്ട്. ഇവരെല്ലാം സങ്കല്പിച്ചും ജലതർപ്പണം ചെയ്യുക. അപ്പോൾ ഇതിനാവശ്യമുള്ള ജലം നമ്മൾ പാത്രത്തിൽ എടുത്തിട്ടുണ്ടാവണം. ഇനി ശ്രദ്ധിക്കുക, ഭക്തിയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധയോട് ചെയ്യേണ്ട കർമ്മം എന്നാണ് ഇതിനർത്ഥം. ഇനി വികാരം കൊണ്ട് ഈ ശ്രാദ്ധം ചെയ്യുമ്പോൾ കരയാൻ പാടില്ല. അതായത് ബലിയിടുമ്പോൾ കരയാൻ പാടില്ല എന്ന് പറയാറുണ്ട്.
കാരണം ആത്മീയമായി ഇതിന് വലിയ അർത്ഥമുണ്ട്. നമ്മൾ കരയുമ്പോൾ ആ ആത്മാക്കൾക്ക് അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുമെന്നാണ്. അവർക്ക് അവരുടെ പിതൃലോകത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇത് തടസ്സമാകുമെന്നാണ് വിശ്വാസം. നാം കരയുന്നത് അവരെ ഭൂമിയിലേക്ക് പിടിച്ചു വലിക്കുന്നതിന് തുല്യമാണെന്ന് പറയും. നിറഞ്ഞ മനസ്സോടെ, ശാന്തമായി, പുഞ്ചിരിയോടെ, പ്രാർത്ഥനയോടുകൂടി വേണം കർമ്മം ചെയ്യാൻ. ഇങ്ങനെ വേണം ഈ ജലം സമർപ്പിക്കാൻ. ഇങ്ങനെ ജലം സമർപ്പിച്ചതിന് ശേഷം ഓം സർവപൃഥിവ്യോ നമ എന്ന് പ്രാർത്ഥിക്കുക. ഓം പൃഥിവ്യോ നമ എന്ന് 108 തവണ ചൊല്ലാൻ സാധിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി ഈ തർപ്പണം ചെയ്ത ജലം, അതായത് ഈ പാത്രത്തിലിരിക്കുന്ന എള്ളും ജലവും ആരും ചവിട്ടാത്തിടത്ത് ഒഴിക്കുക. ഇനി നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ, നിങ്ങൾക്കിത് പുറത്ത് കളയാനുള്ള സാഹചര്യമില്ലെങ്കിൽ, ഈ എള്ള് അരിച്ചെടുത്തിട്ട് ഒരു പേപ്പറിലോ മറ്റോ പൊതിഞ്ഞ് വേസ്റ്റ് ബോക്സിലിടുക. ജലം നമുക്ക് സിങ്കിലൊഴിച്ച് കളയാവുന്നതാണ്. സാധാരണ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീട്ടിൽ ഇലയിട്ട് സദ്യ ഒരുക്കുന്ന പതിവുണ്ട് അല്ലേ? ഇലയിടുന്നത് അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇലയിട്ട് സദ്യ കൊടുക്കുന്നത്, അതായത് പരിപ്പും പപ്പടവും പായസവും ഉൾപ്പെടെ സദ്യ ഒരുക്കി പിതൃക്കൾക്ക് കൊടുക്കുന്ന ഒരു പുണ്യദായകമായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെ സദ്യ ഒരുക്കുമ്പോൾ നമ്മൾ ഒരു ഇലയിൽ കാക്കയ്ക്കും കൊടുക്കണം. നമ്മൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും, ഓണത്തിനും അതുപോലുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മുടെ വീട്ടിൽ സദ്യ ഒരുക്കുമ്പോൾ കാക്കകൾക്ക് കൂടി ഭക്ഷണം കൊടുക്കുന്നത് ഏറെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. വളരെ 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 പുണ്യദായകമായിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ വേണം കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. നമ്മളിത് പിതൃക്കളെ സങ്കല്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ ഒന്നും പാടില്ല. നോക്കൂ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ബലിതർപ്പണം എല്ലാ കർത്തവാവിനും നമ്മളുടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. കുലദേവതയും പിതൃക്കളെയും ആരാധിക്കാതെ, അവരെ ഒന്ന് സ്മരിക്കാതെ നമ്മൾ എന്ത് പ്രാർത്ഥനകൾ ചെയ്തിട്ടും, എന്ത് പൂജകൾ ചെയ്തിട്ടും, എന്ത് മഹാക്ഷേത്രങ്ങളിൽ പോയിട്ടും അതിന് പൂർണ്ണഫലം ലഭിക്കുകയില്ല എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അതിനായി നമ്മൾ നിത്യം ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ജലം കുടിക്കുമ്പോൾ ആ കുലദേവതയും ആ പിതൃക്കളെയും, അതിനുശേഷം നമ്മുടെ ഇഷ്ടദേവതയൊക്കെ സങ്കല്പിച്ച് അവരുടെ പ്രസാദമായിട്ടൊന്ന് കഴിച്ചു നോക്കൂ. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഒരു ആത്മസംതൃപ്തി അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ പിതൃതർപ്പണം ചെയ്ത് ആ പിതൃക്കളുടെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയശ്രീ രാധേ രാധേ.